100% തൊലയ്ക്കാവുന്നതല്ല, 100% തൊലച്ച്. കൂലി ഇത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു നിരാശ കണ്ടാണ് ഇത് കണ്ടത്. ഇത് കണ്ടപ്പോൾ അതിനേക്കാൾ ദുരന്തം. രണ്ടും കേട്ട അവസ്ഥയായി പോയി. ഉറപ്പായിട്ടും എതിരാളിയാവുമെന്ന് വിചാരിച്ചില്ല. എന്നിരുന്നാലും വാറല്ലേ, വാറണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമല്ല, ഒരു ആവറേജ് റെസ്പോൺസേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് വന്നപ്പോൾ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഒന്നുമില്ല, സ്ഥിരം സാധനം പേര് മാറ്റിയിട്ട് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മരിക്കുന്നു, എണീറ്റ് വരുന്നു, കൊല്ലുന്നത്. എന്താണെന്ന് മനസ്സിലാവില്ല. നിർത്തിയാൽ അത്രയും നല്ലത്. പടം ആവറേജ്. ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് ആണ്. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പാർട്ടാണ്. പിന്നെ ഓവറായിട്ട് നമ്മൾ ഈ ലോജിക്കിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അങ്ങനത്തെ ലോജിക്ക് തോട്ടൊക്കെ മാറ്റി വെച്ച് കാണുക. ആവറേജ് ഒരു പടമാണ് ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം കുറച്ച് റെഫറൻസ് ഒക്കെ ഫസ്റ്റ് നിന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൃത്തിക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ജൂനിയർ NTR പറ്റും പോലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആവറേജ്. ഫസ്റ്റിൻ്റെ അത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ തെലുങ്ക് സിനിമകളും ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമ കാണില്ലേ, അമ്മാതിരി ഒരു ഇത് എന്ന് പറയുമ്പോൾ 100 വെടിയുണ്ട ഏറ്റിട്ടും തിരിച്ചതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വരുന്ന നായകൻ അമ്മാതിരി. ശരിക്കും എനിക്ക് തോന്നുന്നു NTRനെ അങ്ങ് വലിയ ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഓവറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹൃത്തിക് റോഷൻ ആൾവേസ് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ മലയാളികൾക്കാർക്കും എന്തായാലും ഒരു കാരണവശാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ബാലകൃഷ്ണയുടെ സിനിമകളൊക്കെ കാണുന്നില്ല, അതിൽ കാണിക്കുന്ന മാതിരിയുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളൊരു വീഡിയോ ഗെയിം കാണുമ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ നമ്മളൊരു വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഫുൾ ആക്ഷനാണ് ഈ പറഞ്ഞ പോലെ. അത് VFX കോമഡിയായി, ശരിക്കും VFX ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ NTRനെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീനുണ്ട്, മാസ് സീനായിട്ട് അവർ കാണിക്കും. തിയേറ്ററിലെ മൊത്തം പേരും ചിരിച്ച് മരിച്ച് അമ്മാതിരി കോമഡിയായി ആ സീനൊക്കെ. ശരിക്കും ഒരു ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പ് കൊടുത്ത് അതിനൊരു കോമാളി വേഷം കെട്ടിച്ച്. പിന്നെ ഹൃത്തിക് റോഷൻ ആൾവേസ് സൂപ്പർ. പുള്ളിയുടെ ഫൈറ്റ് സീൻസൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കാണിക്കുമ്പോൾ അത് പിന്നെ ശരിക്കും നമ്മുടെ തെലുങ്ക് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ഒന്നുമില്ല. വേറെ പ്രത്യേകിച്ച് ആരെയും ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ടിസ്റ്റ് ഇങ്ങനെ മാറി മറിഞ്ഞ് കാണിക്കുന്നുണ്ട്. നോർത്തിലും കേരളത്തിലൊക്കെ ഈ സിനിമ പൊട്ടും. പിന്നെ തെലുങ്കിലുള്ള കാര്യം എനിക്കറിഞ്ഞില്ല. തെലുങ്കിൽ അവർക്ക് ഈ നായകനെയൊക്കെ അമാനുഷികമായിട്ട് കാണിക്കുന്നില്ലേ, ചിലപ്പോൾ തെലുങ്കിൽ വിജയിക്കാം. പക്ഷേ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ അതിനെ പൊട്ടിക്കും. നമ്മൾ മലയാളത്തിലും ഇത് ഓടാനൊന്നും പോകുന്നു.